പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തി ഷഹനാസ്. ആ അധ്യാപക ദിനത്തില് 2022 അധ്യാപക ദിനത്തില് ഷഹനാസ് പങ്കുവെച്ച ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടത് തംബ്നെയില്. ആ ചിത്രത്തോടൊപ്പം ഷഹനാസ് കുറിച്ച ഒരു കുറിപ്പുണ്ട്. അധ്യാപക ദിനത്തിൽ നമ്മളെ സ്വന്തം ജേർണലിസത്തിന്റെ അധ്യാപകനോടൊപ്പം തിരുവനന്തപുരം ലൈബ്രറി കൗൺസിൽ മേളയിൽ എന്ന് പറഞ്ഞ് ശ്യാം ദേവരാജ് എന്നൊരു പേര് കൂടി ചേർത്തിട്ടുണ്ട് ആ ഫോട്ടോക്കൊപ്പം. ഈ പറയുന്ന വ്യക്തിക്കെതിരെയാണ് ഷഹനാസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷഹനാസ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു പേരിലാണ്, ശ്യാം ദേവരാജ് എന്ന പേരിലാണ് ഹണി ഭാസ്കരനും ഷഹനാസും തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് നമ്മൾ പറയാറുണ്ടല്ലോ, എന്ത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ ദൈവം ഓൺ ദ സ്പോട്ടാണ്. വെരി നെക്സ്റ്റ് മൂമെന്റിൽ ദൈവം തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ വേണ്ടി പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളും പിണറായി വിജയന്റെ ആഹ്വാനവും ശിരസ വഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ് റിപ്പോർട്ടർ ടി വി. ആ റിപ്പോർട്ടർ ടി വിയില് ശ്യാം ദേവരാജിനെതിരെയാണ് ഇപ്പൊ ഷഹനാസ് മൊട്ട അരുൺകുമാറിന് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി നൽകിയത് നിന്നാണ് ഈ ഹണി ഭാസ്കരനും ഷഹനാസും തമ്മിൽ അടിച്ച് പിരിയുന്നത്, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിതിലൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊത്തിക്കീറാൻ പണിയെടുത്തവന് തിരിച്ച് പണി കൊടുത്തിരിക്കുന്നു ഷഹനാസ്. ഇവിടെ ഷഹനാസിന്റെ കാര്യം എന്താണ്? ഷഹനാസിന് നാലാൾ അറിയണം. ആ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഷഹനാസിന് ഓർമ്മ വെച്ച നാള് മുതലേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിരുന്നല്ലോ ഗുരുവായൂരപ്പൻ കോളേജിൽ IAS കിട്ടി എന്ന് പറഞ്ഞ് വലിയ സ്വീകരണങ്ങളും വലിയ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ സ്വീകരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞപ്പോഴാണ് ആർക്ക് മനസ്സിലാവുന്നത്? കോളേജ് പ്രിൻസിപ്പലിനും കോളേജ് മാനേജ്മെന്റിനും കോളേജിലെ അധ്യാപകർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഈ പറയുന്ന സ്വീകരണം നൽകി കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴേക്കും ഷഹനാസ് IAS കാരി ആയിരുന്നു, അല്ലെ? അപ്പൊ ആ ഷഹനാസ് ആണ് ഇപ്പോ റിപ്പോർട്ടർ ടി വിയിലെ ശ്യാമസ് ദേവരാജിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി മൊട്ട അരുൺകുമാറിന്റെ കയ്യിൽ നൽകിയിരിക്കുന്നത്. അരുൺകുമാർ എന്താക്കുന്നു? പരാതിയുടെ വാസ്തവം അരുൺകുമാറിന് അറിയുന്നത് കൊണ്ട് തന്നെ, അരുൺകുമാർ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്ന വ്യക്തി ആയതുകൊണ്ടും, അരുൺകുമാർ പുറം ലോകം അറിയാതെ, മറുചെവി അറിയാതെ, മൂന്നാമതൊരാൾ അറിയാതെ കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അണിയറയിൽ. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവരായിരുന്നു രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, ലൈംഗിക വൈകൃതമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറികളും തലക്കെട്ടുകളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുകയും അതൊക്കെ ഏറ്റുപാടി നടന്ന ആളുകളും ഇവരായിരുന്നു. അതിൽ അരുൺകുമാറുണ്ട്, വീരപ്പൻ ആൻഡോയുണ്ട്, റിപ്പോർട്ടർ ടി വി ഉണ്ട്, അതിലെ ജേർണലിസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ ഓശാന പാടി, അല്ലെങ്കിൽ ഈ ഷഹനാസും ഹണി ഭാസ്കരനും ഒക്കെ കേരളത്തിൽ വരുമ്പോ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ശ്യാം ദേവരാജനെ പോലെയുള്ള ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരാണ് ഇപ്പോ പാളയത്തിൽ പട എന്ന് പറഞ്ഞതുപോലെ അടിച്ച് പിരിയുന്ന വക്കിലേക്ക് അവരാണ് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഹണി ഭാസ്കരൻ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഷഹനാസിന്റെ തലയിൽ കൊണ്ടു നടന്ന ഹണി ഭാസ്കരൻ ഇപ്പോ വാ തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. എന്താ കാര്യം? ഹണി ഭാസ്കരന്റെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ശ്യാമസ് ദേവരാജൻ. അതുകൊണ്ട് തന്നെ ശ്യാമിനെതിരെയാണ് ആര്? ഷഹനാസ് പരാതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹണി ഭാസ്കരൻ അങ്ങനെ വിട്ടാൽ ശരിയാവൂലോ എന്ന് ഹണി ഭാസ്കരൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ 2020 കർഷക സമരം നടക്കുമ്പോൾ
2020 കർഷക സമരം ഡൽഹിയിൽ നടക്കുമ്പോ അന്ന് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു എന്നാണല്ലോ ഷഹനാസ് പറയുന്നത്. അതാണല്ലോ ഷഹനാസ്, അന്നാണല്ലോ രാഹുൽ മാങ്കൂട്ടം കോഴിയാണ് എന്ന് ഷഹനാസിന് മനസ്സിലായി. അന്ന് ഞാൻ അവനെ നിർത്തേണ്ടടുത്ത് നിർത്തി എന്ന് പറഞ്ഞ ഷഹനാസ്, ഇതേ ഷഹനാസ് രാഹുലുമായിട്ടുള്ള ബന്ധം അതിനുശേഷം 2021, 22, 23, 24, 25 ഒക്കെ തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇവൻ 2025 ജൂണില് ഷഹനാസ് ജൂൺ 12 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിലമ്പൂരിൽ പോയി രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധം പുതുക്കുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് അല്ലേ? അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ഷഹനാസ് പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെയാണ് ഷഹനാസ് പറയുന്നത്. അവിടെയാണ് ഇപ്പോ ഷഹനാസ് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിരിക്കുന്നു. ഞാനിതിൽ ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് ശ്യാം ദേവരാജിനെതിരെ ഷഹനാസ് നൽകിയ പരാതി, മൊട്ട അരുൺകുമാറിന് നൽകിയ പരാതി, അതില് ഷഹനാസിനൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ശ്യാമസ് ദേവരാജിനൊപ്പം നിൽക്കാനോ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു പരാതി, ഇങ്ങനെ ഒരു പരാതി മൊട്ട അരുൺകുമാറിന് ഷഹനാസ് നൽകിയത് കാരണമാണ് ഹണി ഭാസ്കരനും ഷഹനാസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പരാതി ഷഹനാസ് നൽകിയിട്ട് ആ പരാതി നിയമത്തിന് മുന്നിലേക്ക് അരുൺകുമാർ കൈമാറിയിട്ടില്ല. ആ പരാതി ഇരുചെവി അറിയാതെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ മൊട്ട അരുൺകുമാർ നടത്തുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടിവിയിൽ പാളയത്തിൽ തന്നെയാണ് പീഡനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ ഷഹനാസിന്റെ ഭാഗം പറയാനോ ശ്യാമിന്റെ ഭാഗം പറയാനോ ഞാനില്ല. കാരണം രണ്ടുപേരും ശത്രുപക്ഷത്ത് തന്നെയാണ് എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അവിടെ എന്താണ് ന്യായമെന്ന് ഞാനിപ്പോ പറയുന്നില്ല. പക്ഷേ ന്യായം എന്താണെന്ന് കോടതി പറയുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനും രാഹുൽ മാങ്കൂട്ടത്തിനെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും ഷഹനാസ് തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷഹനാസ് ഈ പറഞ്ഞ പരാതി, ഷഹനാസ് എന്തുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് പരാതി പറഞ്ഞില്ല? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷഹനാസിന് പരാതി നിയമത്തിന് മുന്നിലില്ല. ഞാൻ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഷഹനാസ് പക്ഷെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് ഒരു കുറവുമില്ല. ഷഹനാസിന് മുമ്പിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഷഹനാസിന് മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് എനിക്ക് നാലാൾ അറിയണം, എന്നെ നാലാൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഷഹനാസിന്റെ ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അത് മാത്രമായിരുന്നു ഷഹനാസിന്റെ താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഷഹനാസ് ഇതൊക്കെ 2020 നടന്നു എന്ന് പറയുന്ന ഷഹനാസ് അത് കഴിഞ്ഞും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അല്ലെ? ഇപ്പൊ എനിക്ക് ദുരനുഭവം ഉണ്ടായാൽ ഞാൻ ഒന്നില്ലെങ്കിൽ നിയമ നടപടിക്ക് പോകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ അവസാനിപ്പിക്കും. അതല്ലേ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇത് രണ്ടും ചെയ്യാത്ത ഷഹനാസ് നിയമ നടപടിക്കും പോയിട്ടില്ല, ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുമില്ല. മറിച്ച് ബന്ധങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഇപ്പോ ഇങ്ങനെ വന്നിട്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഷഹനാസിന് ഈ പറയുന്ന നാലാൾ അറിയണം, എനിക്ക് എന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കണം, അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഷഹനാസ് തുടരുന്നുണ്ട്. ഇപ്പൊ ഷഹനാസ് എഴുതിയ പുസ്തകങ്ങൾ എന്ന് ഷഹനാസ് അവകാശപ്പെടുന്ന പുസ്തകങ്ങളെ കുറിച്ച് പോലും പല രീതിയിലുള്ള കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ അത് നിങ്ങളോട് ഒരു വട്ടം പറഞ്ഞതാണ്, പിന്നെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയതിനുള്ള ശിക്ഷ എന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെ, ഇപ്പുറത്ത് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസരത്തിൽ ഇത്തരത്തിലൊരു പരാതി മൊട്ട അരുണിന്റെ കയ്യിൽ വരാനുണ്ടായ കാരണം എന്താണ്? ഈ ഷഹനാസും ശ്യാം ദേവരാജനും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങൾക്ക് പരിചയക്കാരാണ്, ഞങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തെയും
ജനങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഷഹനാസ് നടത്തിയിരുന്നെങ്കിൽ, പക്ഷേ ശ്യാം ദേവരാജിന്റെ കാര്യത്തിൽ അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട കാര്യമില്ല. ഇവരുടെ ബന്ധങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്, കണ്ടതാണ്, ഒക്കെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പാളയത്തിൽ തന്നെ പീഡനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത്. എന്താണെങ്കിലും ഷഹനാസും ഹണി ഭാസ്കരനും തമ്മിൽ ഒരു വലിയ അടി അങ്ങ് ദുബൈയിൽ നടക്കുന്നുണ്ട് എന്നാണ് കേട്ടുകേൾവി.